എല്ലാവർക്കും റിഗ്രഷൻ അനാലിസിസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് കൂടി വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻസ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും വെച്ചുള്ള പ്രോബ്ലംസ് നമ്മൾ കണ്ടിരുന്നു. ഒപ്പം തന്നെ റിഗ്രഷൻ അനാലിസിസിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നമ്മൾ ആ ഒരു ക്ലാസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ റിഗ്രഷൻ ഇക്വേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ഒരു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട കുറച്ച് തിയറി കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചെടുക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് റിഗ്രഷനും കോറിലേഷനും തമ്മിലുള്ള ഡിഫറൻസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്താണെന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നമുക്ക് റിഗ്രഷൻ്റെ യൂട്ടിലിറ്റീസ്, ക്യാരക്ടറിസ്റ്റിക്സ്, റിഗ്രഷൻ കോഎഫിഷ്യൻസിൻ്റെ പ്രോപ്പർട്ടീസ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി എന്താണ് റിഗ്രഷൻ എന്നുള്ളത് ജസ്റ്റ് കാണാതെ പഠിച്ചു വയ്ക്കാതെ എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് കൂടുതലായിട്ട് മനസ്സിലോർത്തിരിക്കാനും എക്സാമിന് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റിഗ്രഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. നിങ്ങൾ റിഗ്രഷൻ, വാട്ട് ഈസ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ അത് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് റിഗ്രഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മാത്തമാറ്റിക്കൽ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ക്ലോസ്ലി റിലേറ്റഡ് വേരിയബിൾസ്. നമ്മൾ റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞതും അത് തന്നെയായിരുന്നു അല്ലേ. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഇൻ ഓർഡർ ടു മെഷർ ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ക്ലോസ്ലി റിലേറ്റഡ് വേരിയബിൾസ്. രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ, ആവറേജ് റിലേഷൻഷിപ്പിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് ഈ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ അൺനോൺ വാല്യൂ ഓഫ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വിത്ത് റെഫറൻസ് ടു ദി നോൺ വാല്യൂ ഓഫ് റിലേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. നമുക്കറിയാം രണ്ട് അല്ലെങ്കിൽ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മിനിമം 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടാകാം. അപ്പോൾ അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും മറ്റ് വേരിയബിൾസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ആകാം. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത മറ്റ് വേരിയബിൾസ് ഉണ്ടാകാം. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, അങ്ങനെ 2 തരത്തിലുള്ള വേരിയബിൾസ് ഈ റിഗ്രഷൻ അനാലിസിസിലുണ്ടായിരിക്കും. കോറിലേഷൻ അനാലിസിസിൽ അങ്ങനെ ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റും മറ്റൊരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റും ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് കോറിലേഷനില്ല. നമ്മൾ കോറിലേഷനും റിഗ്രഷനും പഠിക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് പഠിക്കുമ്പോൾ നമ്മളത് പറയുന്നതാണ്. അപ്പോൾ ഏതായാലും റിഗ്രഷൻ അനാലിസിസിൽ ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റും മറ്റൊരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഡിപ്പെൻഡൻറ്റ് വാല്യൂവിൻ്റെ ഒരു അൺനോൺ വാല്യൂ, നമുക്ക് അറിയാത്ത ഒരു വാല്യൂവിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ നോൺ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അതിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റിഗ്രഷൻ അനാലിസിസിൽ പറയാമെന്ന് പറഞ്ഞു അല്ലേ. അതായത് നമുക്ക് പ്രൈസ് 10 രൂപ കൂടുകയാണെങ്കിൽ ഡിമാൻഡിൽ എത്ര ക്വാണ്ടിറ്റി കൂടും അല്ലെങ്കിൽ കുറയും എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിഗ്രഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് അറിയില്ലാത്തൊരു വാല്യൂവിനെ നമുക്ക് അറിയാവുന്നൊരു വാല്യൂ വെച്ചുകൊണ്ട് നമുക്കതിനെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ 2 ലൈൻസ് ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്. അതായത് എക്സ് ഓൺ വൈയും ഉണ്ട്, വൈ ഓൺ എക്സും ഉണ്ട്. റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. എക്സ് ഓൺ വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വൈ എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ് എന്ന് പറയുന്ന ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത്. അപ്പോൾ നേരെ തിരിച്ചുമാകാം, റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സും ആകാം. അതായത് നമ്മൾ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ബേസ് ചെയ്തുകൊണ്ട് വൈ എന്ന് പറയുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനെയാണ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് എന്നും പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നത് തുടങ്ങിയ പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് യൂട്ടിലിറ്റീസ് ഓഫ് റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് അതിൻ്റെ ഒരു എത്രമാത്രം ഉപയോഗപ്രദമാണ്, ഏതൊക്കെ മേഖലകളിലാണ് ഈ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നോക്കുക. റിഗ്രഷൻ അനാലിസിസ് എക്സ്പ്ലെയിൻസ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. ഇപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു നേച്ചർ മനസ്സിലാക്കുന്നതിന്, നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, മറ്റൊരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ലേ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വേരിയബിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ എത്രമാത്രം മാറ്റമാണ് അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാക്കുന്നത്, ആ ഒരു നേച്ചർ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ഇവിടെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിളിൽ എത്ര മാറ്റം ഉണ്ടാകുന്നുള്ളത് ക്വാണ്ടിറ്റേറ്റീവായിട്ട് തന്നെ നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മുടെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
Then by regression analysis, the value of dependent variable can be predicted on the basis of value of independent variable. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഉണ്ടാകും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ആ മേഖലകളിലൊക്കെ നമുക്ക് റിഗ്രഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, അതിൻ്റെ പ്രോബബിൾ ഡിമാൻഡ് അല്ലേ, ക്വാണ്ടിറ്റി ഡിമാൻഡ്, അത് നമ്മളുടെ റിലേഷൻഷിപ്പൊക്കെ നമുക്ക് റിഗ്രഷനിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും, മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. മൂന്നാമത്, ഇറ്റ് ഈസ് എ വാല്യുബിൾ ടൂൾ ഫോർ സോൾവിങ് മെനി പ്രോബ്ലംസ് ഓഫ് ഇക്കണോമിക് ആൻഡ് ബിസിനസ് റിസർച്ച്. അപ്പോൾ ഇക്കണോമിക്സിലും ബിസിനസ് റിസർച്ചിലൊക്കെ പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, വളരെ വിലപ്പെട്ട ഒരു ടൂൾ തന്നെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വിത്ത് ഹെൽപ്പ് ഓഫ് റിഗ്രഷൻ ബിസിനസ് ആൻഡ് എക്കണോമിക് പോളിസീസ് ക്യാൻ ബി ഫോർമുലേറ്റഡ്. നമുക്ക് പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഭാഗമാണ് ഇക്കണോമിക് പോളിസിക്ക് രൂപം കൊടുക്കുന്നതിനും അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകൾ നടത്തുന്നതിനൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കാം. ഇനി നാലാമത്തെ, ഇറ്റ് പ്രൊവൈഡ്സ് എ മെഷർ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. അപ്പോൾ നമുക്കിവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ റിഗ്രഷൻ്റെ കോഎഫിഷ്യൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ആറാണ്. ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മാത്രമേ ഉള്ളൂ, അതായത് ആർ എന്ന് പറയുന്നത് അല്ലേ. നമുക്കിവിടെ റിഗ്രഷനിലേക്ക് വരികയാണെങ്കിൽ രണ്ട് കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഉണ്ട്. അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് 2 ആണ് കേട്ടോ, 2 എണ്ണം ഉണ്ട്. അതായത് BXY ഉണ്ട്, BYX ഉണ്ട്. നമ്മൾ X/Y കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ BXY ഉപയോഗിക്കും. നമുക്ക് Y/X കണ്ടുപിടിക്കുന്ന റിഗ്രഷൻ ഇക്വേഷനിൽ നമ്മൾ BYXും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് നമുക്ക് R കണ്ടുപിടിക്കാൻ വേണ്ടി BXYനെയും BYXനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R ലഭിക്കുന്നതാണ്. അതായത് R = സ്ക്വയർ റൂട്ട് ഓഫ് BXY ഇൻറ്റു BYX. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ഇതേ രീതിയിലും നമുക്കിതിനെ എഴുതാവുന്നതാണ് അല്ലേ. അതായത് നമുക്ക് BYXY ഇൻറ്റു BXY ഇൻറ്റു BYX അല്ലേ, അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം R² ആയിരിക്കും അല്ലേ. അതായത് R എന്ന് പറയുന്നത് ഇത് ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ സ്ക്വയർ ആണെങ്കിൽ ഇതിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് R² ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് വരാം. നമുക്കത് മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നോക്കാം. ഇതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ഞാൻ പറഞ്ഞുതരാം. അടുത്തത് അഞ്ചാമത്തത്, ദിസ് ടെക്നിക് ഈസ് ഹൈലി യൂസ്ഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ആൻഡ് സോഷ്യോളജിക്കൽ സ്റ്റഡീസ് ആസ് വെൽ ആസ് ടു എസ്റ്റിമേറ്റ് ദ വേരിയസ് ഫാക്ടേഴ്സ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലും നമ്മുടെ സോഷ്യോളജിക്കൽ സ്റ്റഡി, മാനവരാശിയുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിഗ്രഷൻ അനാലിസിസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, ഈൽഡ് റേറ്റ്, ടാക്സ് റേറ്റ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡികളൊക്കെ ഈ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബർത്ത് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫീമെയിൽ ലിറ്ററസിയും ബർത്ത് റേറ്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ എത്രമാത്രം അതിൻ്റെ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഫീമെയിൽ ലിറ്ററസി റേറ്റ് കൂടുമ്പോൾ ബർത്ത് റേറ്റിൽ എത്ര മാറ്റം വരുന്നു, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ്, ഇപ്പോൾ ഹോസ്പിറ്റലുകളുടെ ഇൻക്രീസും ഡെത്ത് റേറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ. ഇപ്പോൾ ഈൽഡ് റേറ്റ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫെർട്ടിലൈസറിൻ്റെ ഉപയോഗവും ഈൽഡും വിളവും തമ്മിൽ ബന്ധമുണ്ടോ. ടാക്സ് റേറ്റ്, നമുക്ക് ടാക്സ് റേറ്റ് തമ്മിലും പിന്നെ ടാക്സ് റവന്യൂ തമ്മിലും സർക്കാരിൻ്റെ ടാക്സ് വരുമാനം തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. Then it is an important tool for statistical analysis and it is widely used in market research. മാർക്കറ്റ് റിസർച്ചിലും മാർക്കറ്റ് റിലേറ്റഡ് ആയുള്ള റിസർച്ചിലും നമ്മൾ ആദ്യം പറഞ്ഞ പ്രൈസ്, കമ്മോഡിറ്റി, ക്വാണ്ടിറ്റി, ഡിമാൻഡ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മാർക്കറ്റ് റിസർച്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണല്ലേ. അല്ലെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അവസാനമായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് മെഷേഴ്സ് എറേഴ്സ് ഇൻവോൾവഡ് ഇൻ ദ പ്രോസസ് ഓഫ് എസ്റ്റിമേഷൻ. നമ്മൾ പ്രോബബിൾ എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മളൊരു ആൻസറിലേക്ക് എത്തുമ്പോൾ നമ്മൾ വൈനെ ബേസ് ചെയ്തുകൊണ്ട് എക്സിനെ കണ്ടുപിടിക്കുമ്പോഴും എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈ കണ്ടുപിടിക്കുമ്പോഴും അപ്പോൾ അവിടെയൊക്കെ എറേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. എറേഴ്സ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പരമാവധി കൃത്യമായിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ റിഗ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് 1-2 ലിമിറ്റേഷൻ ഓർത്തിരിക്കാം. ഇറ്റ് ഈസ് കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ. ഈ റിഗ്രഷൻ അനാലിസിസിലെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇത് പറയുന്നത് ഫോർ ദി സേക്ക് ഓഫ് ലിമിറ്റേഷനാണ്. ലിമിറ്റേഷൻ നമുക്ക് പറയുന്നതിന് വേണ്ടി, അതായത് നമുക്ക് അത്ര പാടുള്ള കാൽക്കുലേഷനൊന്നുമല്ല, പക്ഷേ നമുക്ക് പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണം, ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ കൂടുതൽ വേണം അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ലിമിറ്റേഷനായിട്ട് പറയാം.
then it cannot be used in case of qualitative phenomenon. ഒപ്പം തന്നെ നമുക്ക് ഈ ഒരു റിഗ്രഷൻ അനാലിസിസ് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനോമിനൻ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനോമിനൻ അല്ലാതെ, അത്തരത്തിലുള്ള പ്രതിഭാസങ്ങളല്ലാതെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഓണസ്റ്റി, നമ്മൾ റാങ്ക് കോറിലേഷൻ പഠിച്ചിരുന്നു അല്ലേ. റാങ്ക് കോറിലേഷനിൽ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനോമിനൻ വേരിയബിൾസ് വരുമ്പോഴാണ് റാങ്ക് കോറിലേഷൻ ഉപയോഗിക്കുക. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് ഫിനോമിനൽ നമുക്ക് റിഗ്രഷൻ അനാലിസിസ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അല്ലേ. ദെൻ ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ദി വേരിയബിൾ റിമെയിൻസ് അൺചേഞ്ച്ഡ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിന് ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതായത് ഒന്ന് കോസും മറ്റൊന്ന് എഫക്റ്റും അല്ലേ. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കോസും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എഫക്റ്റും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എത്രമാത്രം മാറ്റം ഉണ്ടാക്കുന്നു അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പാണ് ഈ റിഗ്രഷനിൽ പറയുന്നത്. പക്ഷേ എപ്പോഴും ഈ ഒരു അസംഷൻ ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് ശരി. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പ്രൈസ് കൂടുമ്പോൾ എപ്പോഴും ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ക്വാണ്ടിറ്റി കുറയാണ്ടിരിക്കാം. ഇപ്പോൾ പ്രൈസ് കൂടിയാലും ഒരുപക്ഷെ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ കേസിൽ നിന്നും ക്വാണ്ടിറ്റി അത്രമാത്രം ഒന്നും കുറയല്ല അല്ലേ. നമ്മളിപ്പോൾ അരി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അരി മാത്രമാണ് നമ്മൾ ഭക്ഷണമായിട്ട് കരുതുന്നതെങ്കിൽ അരി വില ഇച്ചിരി കൂടിയാലും നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നമ്മൾ കുറവ് വരത്തില്ല അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മിസ്ലീഡിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമ്മളതിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയുന്നതേ ഉള്ളൂ. അതിനടുത്ത് ദിസ് മെത്തേഡ് ഈസ് ഡിഫിക്കൽട്ട് ടു ഓപ്പറേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ബൈ എ ലേമൻ. ലേമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യൻ, സാധാരണക്കാരൻ. അപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ആ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ അല്ല റിഗ്രഷൻ എന്ന രീതിയിൽ മറ്റൊരു ലിമിറ്റേഷൻ നമുക്ക് പറയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് കോറിലേഷനും റിഗ്രഷൻ അനാലിസിസും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അത് തമ്മിൽ കുറേ ഡിഫറൻസുകൾ പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഒരു 3, 4, 5 എണ്ണമൊക്കെ നിങ്ങൾ ഡിഫറൻസുകൾ പഠിച്ചു വയ്ക്കുക കേട്ടോ. മുഴുവനും പഠിച്ചു വയ്ക്കണമെന്ന് പറയുന്നില്ല. നമുക്കൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഒരു 4-5 എണ്ണമൊക്കെ ഇതിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, എല്ലാം ഞാൻ പറഞ്ഞു പോകാം. കോറിലേഷൻ ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കോറിലേഷൻ മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് വിച്ച് മേ വേരി ഇൻ സിമ്പതി സോ ദാറ്റ് ദ മൂവ്മെൻറ്റ് ഇൻ വൺ ടെൻസ് ടു ബി അക്കമ്പനിഡ് ബൈ എ കറസ്പോണ്ടിങ് മൂവ്മെൻറ്റ് ഇൻ ദ അതർ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് കോറിലേഷൻ എന്ന് പറയുന്നത്, കോറിലേഷൻ എന്ന് വെച്ചാൽ 2 അല്ലെങ്കിൽ അതിൽ അധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വിച്ച് മേ വേരി ഇൻ സിമ്പതി. ഇവിടെ സിമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് അല്ലേ, അല്ലെങ്കിൽ ഇൻ ദി സെയിം ഡയറക്ഷൻ എന്നൊക്കെ അർത്ഥമാണ്. അതായത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച്, അതേപോലെ മറ്റൊരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരേപോലെ ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സിമ്പതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് മറ്റൊരു വേരിയബിൾ ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ് കോറിലേഷൻ പരിശോധിക്കുന്നതെങ്കിൽ. റിഗ്രഷനിൽ പറയുന്നത് റിഗ്രഷൻ മീൻസ് ഗോയിങ് ബാക്ക് ആൻഡ് ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ മെഷർ ഷോവിങ് ദ ആവറേജ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ്. അപ്പോൾ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ഈ റിഗ്രഷനിലും പറയുന്നുണ്ട്. പിന്നെ ഒരെണ്ണം അതിൽ ഇൻഡിപെൻഡൻറ്റും ഒരെണ്ണം അത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും. അപ്പോൾ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം മറ്റൊരു വേരിയബിൾ എത്ര മാത്രം ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അങ്ങനെ അല്പോടെ ഒരു പടി കടന്നുള്ള ഒരു വിശകലനമാണ് റിഗ്രഷനിൽ വരുന്നത്. ഈ കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈസിലുണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ മാറ്റം ഉണ്ടാക്കുന്നു. അതിപ്പോൾ ഒരു സ്ട്രോങ്ലി പോസിറ്റീവാണോ, മോഡറേറ്റ് റിലേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ബിലോ ആവറേജ് റിലേഷൻഷിപ്പാണോ, അതായത് നെഗറ്റീവ് കോറിലേഷനാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ റിഗ്രഷനിൽ അത് എത്രയാണ് മാറ്റം ഉണ്ടാക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ 10 രൂപ കൂടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ 100 കിലോഗ്രാമിൻ്റെ കുറവ് വന്നു. അങ്ങനെ ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഈ റിഗ്രഷനിൽ ചെയ്യുന്നത് കേട്ടോ. റിഗ്രഷൻ അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അല്ലാതെ കോറിലേഷൻ ഉള്ള പോലെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. അത് 80% അതുമല്ല റിലേഷൻഷിപ്പ് പോസിറ്റീവ്, സ്ട്രോങ്ലി പോസിറ്റീവാണ് അല്ലെങ്കിൽ നെഗറ്റീവാണ്, അത് മാത്രമല്ല പറയുന്നത്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള ഒരു ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത്. Then it finds out the degree and nature of relationship between 2 variables and it is not the cause and effect relationship. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് മെയിനായിട്ട് പറയുന്നത് ഈ ഒരു കോറിലേഷനിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. പോസിറ്റീവ് കോറിലേഷനാണോ നെഗറ്റീവ് കോറിലേഷനാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അവിടെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും പറയുന്നില്ല. അതായത് ഒരെണ്ണം ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊന്നും കോറിലേഷനിൽ വരുന്നില്ല. പക്ഷേ റിഗ്രഷനിലേക്ക് വരുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നുണ്ടല്ലേ. അതായത് 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റും ഒരെണ്ണം ഡിപ്പെൻഡൻറ്റ് വേരിയബിളാകും, ഒന്നിന് കാരണമാകുന്നു. ആ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ദെൻ കോറിലേഷൻ അനാലിസിസ് കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 കോഎഫിഷ്യൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കോറിലേഷന് ഒറ്റ കോഎഫിഷ്യൻറ്റ് മാത്രമേ ഉള്ളൂ, അതായത് R അല്ലേ. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഒരു കോഎഫിഷ്യൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ റിഗ്രഷൻ അനാലിസിസിലേക്ക് വരുമ്പോൾ 2 കോഎഫിഷ്യൻസ് ഉണ്ട്. നമ്മളാദ്യം പറഞ്ഞ പോലെ തന്നെ BXY
ബി വൈ എക്സോ അല്ലേ, എക്സ് ഓൺ വൈ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന ബി എക്സ് വൈയും വൈ ഓൺ എക്സിൽ ഉപയോഗിക്കുന്ന ബി വൈ എക്സോ അല്ലേ. ദെൻ കോറിലേഷൻ അനാലിസിസ് റിലേറ്റീവ് മെഷർ ഓഫ് ദി ലീനിയർ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ റിലേറ്റീവ് മെഷറാണ്. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുകയാണോ കുറയുകയാണോ, ആ കാര്യം മാത്രമാണ്. ഒന്നിനോട് ബന്ധപ്പെടുത്തി മറ്റൊന്നിൻ്റെ ആ ഒരു കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അങ്ങനെ ഒരു റിലേറ്റീവ് മെഷർ മാത്രമാണ് കോറിലേഷനിൽ പറയുമ്പോൾ. റിഗ്രഷനിൽ കൃത്യമായിട്ട് അതിൻ്റെ ആബ്സല്യൂട്ട് മെഷർ പറയുന്നുണ്ട്. ഓർത്തിരിക്കേണ്ടത് ഇവിടെ റിലേറ്റീവ് മെഷറാണ് കോറിലേഷൻ, ഇതൊരു ആബ്സല്യൂട്ട് മെഷറാണ്. ദാറ്റ് മീൻസ് ആബ്സല്യൂട്ട് മെഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നിൽ എത്രയാണ് കുറയുന്നത് അല്ലെങ്കിൽ എത്രയാണ് കൂടുന്നത്, അങ്ങനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതാണ് ആബ്സല്യൂട്ട് മെഷർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ റിലേറ്റീവായിട്ട് മാത്രമേ പറയുന്നുള്ളൂ. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു, അത് മാത്രമേ കോറിലേഷനിൽ പറയുന്നുള്ളൂ. ദെൻ കോറിലേഷൻ ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ മേക്കിംഗ് പ്രഡിക്ഷൻ. ഈ കോറിലേഷൻ എന്ന് പറയുന്നത് പ്രഡിക്ഷന് വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമല്ല. പ്രഡിക്ഷൻ വരുന്നത് റിഗ്രഷനിലാണ്. അതായത് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ 10,000 rupees കൂടിയപ്പോൾ അത് സെയിൽസിൽ എത്ര ക്വാണ്ടിറ്റി കൂട്ടി അല്ലേ. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ പ്രഡിക്ഷനെക്കുറിച്ച് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെയിൽസ് എത്ര ക്വാണ്ടിറ്റി കൂടുമെന്നുള്ളത് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് പ്രഡിക്ഷനെ, പ്രവചനത്തിനെ അത് സഹായിക്കുന്നുണ്ട് അല്ലേ, മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനെ അത് സഹായിക്കുന്നുണ്ട്. ദെൻ സംടൈംസ് ദെയർ മേ ബി എക്സിസ്റ്റ് സ്പ്യൂറിയസ് ഓർ നോൺ സെൻസ് കോറിലേഷൻ. അതായത് നമ്മൾ കോറിലേഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന സ്പ്യൂറിയസ് കോറിലേഷൻ അല്ലെങ്കിൽ നോൺ സെൻസ് കോറിലേഷൻ എന്ന് പറഞ്ഞ്, അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ സെയിൽസും അല്ലെങ്കിൽ റോഡ് ആക്സിഡൻറ്റും ഇത് തമ്മിൽ ഒരു ബന്ധമില്ലെങ്കിലും അതിലിപ്പോൾ കോറിലേഷൻ കാണിക്കും അല്ലേ. അത് ചിലപ്പോൾ ബൈ പ്യുവർ ചാൻസ് ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ കോ ഇൻസിഡൻ്റലായിട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെ കോറിലേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് തമ്മിൽ ലോജിക്കലായിട്ട് റിലേഷൻഷിപ്പ് ഒന്നുമില്ല അല്ലേ. പക്ഷേ റിഗ്രഷൻ അനാലിസിസിൽ അങ്ങനെയല്ല. ദർ ഈസ് നത്തിങ് ലൈക്ക് നോൺ സെൻസ് റിഗ്രഷൻ. ഒന്ന് മറ്റൊന്നിന് കാരണമാകും അല്ലേ. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇവിടെ നോൺ സെൻസ് റിഗ്രഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇവിടെ നോൺ സെൻസ് അല്ലെങ്കിൽ സ്പ്യൂറിയസ് കോറിലേഷനുള്ള സാധ്യതയുണ്ട്. ദെൻ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ. നമ്മൾ അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ അല്ലേ. അതായത് നമുക്ക് ഇവിടെ റിഗ്രഷനിലേക്ക് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. അപ്പോൾ ഒറിജിനും എന്താണ് സ്കെയിൽ എന്നുള്ളത്, ഒരെണ്ണം നമുക്കറിയാം, ഒരെണ്ണം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ്, മറ്റൊന്ന് അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒറിജിൻ ഓഫ് സ്കെയിലും ഒറിജിൻ ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിനിലും ചേഞ്ച് ഓഫ് സ്കെയിലിലും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് സ്കെയിൽ അല്ലേ. രണ്ടും ഉണ്ട്, രണ്ടും സാധ്യമാണ് ഇവിടെ. പക്ഷേ റിഗ്രഷനിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് നോട്ട് ഓഫ് സ്കെയിൽ അല്ലേ. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇനി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ നോക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് നോട്ട് വെരി യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് കോറിലേഷൻ കൂടുതൽ ഫർദറായിട്ടുള്ള മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് പല കാര്യങ്ങൾക്ക് വേറെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ നമുക്ക് റിഗ്രഷൻ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. റിഗ്രഷൻ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും, അതായത് നമുക്ക് കാൽക്കുലസിലാണെങ്കിലും, ഒപ്പം തന്നെ അനോവ ടേബിളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇക്കണോമെട്രിക്സിൻ്റെ പല മേഖലകളിലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രഷൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഈ റിഗ്രഷൻ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ വെദർ എക്സ് ഡിപ്പെൻസ് ഓഫ് വൈ ഓർ വൈ ഡിപ്പെൻസ് ഓഫ് എക്സ്. അതായത് നമുക്ക് കോറിലേഷനിലേക്ക് വരുമ്പോൾ എക്സ് വൈനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, വൈ എക്സിനെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കോറിലേഷനിൽ അതൊന്നും അതൊരു ബാധകമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ റിഗ്രഷനിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് തമ്മിലൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, അതായത് ഏതാണ് കോസ് ഏതാണ് എഫക്റ്റ്, അതായത് ഏതാണ് നമുക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. റിഗ്രഷനിൽ അത് ആവശ്യമാണ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ക്യാൻ നെവർ എക്സീഡ് യൂണിറ്റി. നമ്മൾ ആദ്യം പഠിച്ചിരുന്നു കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ നെവർ എക്സീഡ് യൂണിറ്റി. യൂണിറ്റി മീൻസ് ഒന്നെന്നാണ് അർത്ഥം കേട്ടോ. അതായത് നമുക്കിവിടെ ഒന്നെന്ന് പറഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 ആകാം, +1 ആകാം. അതിനുള്ളിൽ നിൽക്കുന്ന ഇൻക്ലൂഡിങ് ദീസ് വാല്യൂസ്, അതിനുള്ളിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആയിരിക്കണം കോറിലേഷൻ്റെ കിട്ടുന്ന ആ കോറിലേഷൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ കിട്ടുന്ന R വാല്യൂ എന്ന് പറയുന്നത് ഇതിനുള്ളിൽ നിൽക്കുന്ന ഒരു വാല്യൂ ആയിരിക്കും അല്ലേ. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി റിഗ്രഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് കോഎഫിഷ്യൻറ്റുകളുണ്ട് അല്ലേ, BYX ഉണ്ട് BXY ഉണ്ട് അല്ലേ. അപ്പോൾ എനി വൺ ഓഫ് ദി റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ക്യാൻ വെരി വെൽ എക്സീഡ് യൂണിറ്റി. നമുക്ക് ഈ BYXും BXY എടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കണക്ക് കൂട്ടുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വാല്യൂ ഒന്നിൽ കൂടുന്നതിന് കുഴപ്പമില്ല. ഹവർ ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കനോട്ട് എക്സീഡ് യൂണിറ്റി. രണ്ടും ഒന്നിൽ കൂടുതൽ, ഈ പറഞ്ഞ -1നും +1നും കൂടുതലും കുറയും, അങ്ങനെ വരാൻ പാടില്ല അല്ലേ. ഒരെണ്ണം ഒന്നിൽ കൂടുതലാണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കണം, ഒന്നിൽ താഴെ ആയിരിക്കണം. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ഹവർ ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കനോട്ട് എക്സീഡ് യൂണിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്.
ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിഗ്രഷൻ അനാലിസിസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കൂടെ നമുക്ക് നോക്കാം. ഇത് നമ്മൾ കോറിലേഷനിൽ പഠിച്ചതാണ്, അതേ മീനിങ് തന്നെ ഇതിനെടുത്താൽ മതി. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ഉണ്ട്, ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ ഉണ്ട്, പാർഷ്യൽ ആൻഡ് ടോട്ടൽ റിഗ്രഷൻ ഉണ്ട്. അതേ മീനിങ്ങിൽ തന്നെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സിമ്പിൾ റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺലി 2 വേരിയബിൾസ്, 2 വേരിയബിൾസിൽ മാത്രം തമ്മിലാണ് നമ്മൾ പഠനം നടത്തുന്നതെങ്കിൽ അത് സിമ്പിൾ റിഗ്രഷനാണ്. നമുക്ക് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ നമുക്ക് വേരിയബിൾസ് ഉണ്ടാകും, അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ സെയിം റേഷ്യോയിലാണെങ്കിൽ, അല്ലേ, സം കോൺസ്റ്റൻറ്റ് സെയിം റേഷ്യോയിലാണ് മാറ്റം വരുന്നതെങ്കിൽ അതിനെ നമ്മൾ ലീനിയർ റിഗ്രഷൻ എന്നും, പക്ഷേ മാറ്റം ഉണ്ടെങ്കിൽ, അതായത് ഇത് തമ്മിൽ ഒരേ റേഷ്യോയിലല്ല വ്യത്യസ്ത റേഷ്യോയിലാണെന്ന് മാറുന്നതെങ്കിൽ, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാകുന്ന മാറ്റം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന മാറ്റം പലപ്പോഴും ചേഞ്ചിങ് റേഷ്യോയിൽ വ്യത്യസ്ത റേഷ്യോയിലാണെങ്കിൽ അതിനെ നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ അല്ലെങ്കിൽ കർവി ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ പറയും. ദെൻ പാർഷ്യൽ ആൻഡ് ടോട്ടൽ റിഗ്രഷൻ ഉണ്ട്. നമുക്ക് മോർ ദാൻ 2 വേരിയബിൾസ് വരുമ്പോൾ നമ്മളതിന് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് എല്ലാ വേരിയബിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ടോട്ടൽ റിഗ്രഷൻ എന്ന് നമ്മൾ പറയും. പക്ഷേ നമ്മൾ ഈ പാർഷ്യൽ റിഗ്രഷൻ എന്ന് വെച്ചാൽ 2ൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ, അതായത് 3 വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൽ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നടത്തിക്കൊണ്ട് സ്ഥിരമാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് മറ്റ് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ പാർഷ്യൽ റിഗ്രഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ കോറിലേഷനിലും പഠിച്ചാണ് കേട്ടോ, അതേ മീനിങ്ങിൽ തന്നെ ഓർത്താൽ മതി. ഈ പേരൊന്ന് മാറുന്നത് മാത്രമേ ഉള്ളൂ, റിഗ്രഷൻ കോറിലേഷൻ ആ ഒരു പേരുകൾ തമ്മിൽ മാറുന്നത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി റിഗ്രഷൻ ലൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. റിഗ്രഷൻ ലൈൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആൾജിബ്രൈക് മെത്തേഡിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആക്ച്വൽ മീൻ ഉപയോഗിച്ചുകൊണ്ടും ഒപ്പം തന്നെ നമ്മൾ അസ്യൂംഡ് മീൻ ഉപയോഗിച്ചുകൊണ്ടൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കാര്യമാണ് നമ്മൾ ആ ഒരു ഫോർമുലയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിനെ കുറിച്ചും പറഞ്ഞു, x1y-ഉം y1x ഒക്കെ, അത് നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉള്ള ഇക്വേഷൻ BYX-ഉം BXY-യും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതായത് R × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ x / സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y എന്നുള്ള ഇക്വേഷനും, ഒപ്പം തന്നെ BYX-ലേക്ക് വരുമ്പോൾ R × സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ y / സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ x എന്നുള്ള ആ രീതിയിലുള്ള ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതും ഉപയോഗിക്കാം. നമ്മൾ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ച പോലെ അത്തരത്തിലുള്ള ഇക്വേഷൻ ഉപയോഗിക്കാവുന്നതാണ്. 2 ഇക്വേഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം. അതുപോലെ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്ന പ്രോബ്ലംസ് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നുകൂടെ ഇത് പറഞ്ഞുതരാം കേട്ടോ, ഈ ഒരു ഫോർമുലയെക്കുറിച്ച് ഓർപ്പിക്കാം. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കുറേ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് ദി റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ ജോമെട്രിക് മീനാണെന്ന് പറയാം. അതായത് നമ്മളിത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി R ± BXY × BYX അതിൻ്റെ സ്ക്വയർ റൂട്ട് അല്ലേ. അതായത് ± എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന BXY-യും BYX-ഉം അതിൻ്റെ വാല്യൂ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ പോസിറ്റീവ് ആകാം അല്ലെങ്കിൽ നെഗറ്റീവ് ആകാം. അപ്പോൾ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ, BYX-ഉം BXY-യും പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന R വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇത് പറഞ്ഞിരിക്കുന്ന 2 നെഗറ്റീവ് ആണെങ്കിൽ R വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ± സ്ക്വയർ റൂട്ട് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് മസ്റ്റ് ഹാവ് ദി സെയിം ആൾജിബ്രിക് സൈൻ. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് നോക്കുമ്പോൾ, അതായത് BXY-യും BYX-ഉം ഇറ്റ് ക്യാൻ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നമുക്ക് രണ്ടിനും ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അത് സെയിം സൈൻ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്നുകിൽ പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. അതായത് ഒരെണ്ണത്തിന് നെഗറ്റീവും ഒരെണ്ണത്തിന് പോസിറ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രോപ്പർട്ടി സൂചിപ്പിക്കുന്നത്. ദെൻ ദ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ വിൽ ഹാവ് ദി സെയിം സൈൻ ഓഫ് ദാറ്റ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ സൈൻ എന്താണോ അത് തന്നെയായിരിക്കും ആറിൻ്റെ സൈൻ അല്ലേ. അതായത് BXY-യും BYX-ഉം പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന R-ഉം പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ± എന്ന് ഉദ്ദേശിക്കുന്നത് അതാണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ദെൻ ബോത്ത് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് കനോട്ട് ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് രണ്ടുകൂടെ ഒരുമിച്ച് അത് യൂണിറ്റി, അത് ഒന്നിൽ കൂടുതൽ ആകാൻ പാടില്ല. ഏതെങ്കിലും ഒരെണ്ണം ഒന്നിൽ കൂടുതലാണെങ്കിൽ മറ്റൊന്ന് എന്തായിരിക്കണം, ലെസ് ദാൻ യൂണിറ്റി ആയിരിക്കണം. ദെൻ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒറിജിൻ ബട്ട് നോട്ട് ഓഫ് സ്കെയിൽ. നമ്മൾ ആദ്യം കോറിലേഷൻ്റെയും റിഗ്രഷൻ്റെയും നമ്മൾ ഡിഫറൻസ് പഠിച്ചു പറഞ്ഞു. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒറിജിൻ. അതായത് നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും നമുക്കിവിടെ സാധ്യമാണ്. പക്ഷേ നമുക്ക് നോട്ട് ഓഫ് സ്കെയിൽ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും അങ്ങനെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന റിഗ്രഷന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂസിനെ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡിജിറ്റ് കൊണ്ട് നമുക്ക് അതിൻ്റെ ഇവിടെ ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതിന് തടസ്സമില്ല. അതാണ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്.
ദെൻ പ്രൊഡക്റ്റ് ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് ദി സ്ക്വയർ ഓഫ് ദി കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞു, നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചാണ് അല്ലേ, BX/Y × BX എന്ന് വെച്ചാൽ നമുക്കിനെ R² എന്നും പഠിച്ചു വെക്കണമെന്ന് അത് ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് കൂടെ നമുക്ക് തിയറി ഭാഗമായിട്ട് നോക്കി പോവുകയാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഇത്രയും പറഞ്ഞിരിക്കുന്നത് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. അതായത് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് മെഷേഴ്സ് ദ ആവറേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ആക്ച്വൽ വാല്യൂ ആൻഡ് വാല്യൂസ് പ്രെഡിക്റ്റഡ് ബൈ ദ റിഗ്രഷൻ ഇക്വേഷൻ. നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ വെച്ചുകൊണ്ട് ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നത്, അതായത് പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപ കൂടുമ്പോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 കിലോ കുറയുന്നു എന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, 100 കിലോ കുറഞ്ഞു എന്നുള്ളത് അല്ലേ. അതാണ് നമ്മൾ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 100. ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ് പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞത്, അതൊരു പക്ഷേ 90 ആയിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെ ആക്ച്വൽ വാല്യൂ എന്ന് പറയുന്നത് 90 ആകുമ്പോൾ നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 100 ആകുമ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഇത് വിളിക്കുക സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ഹൗ റിലയബിൾ ഓർ അക്യുറേറ്റ് ദ റിഗ്രഷൻ എസ്റ്റിമേറ്റ് ആർ. അതായത് നമ്മൾ റിഗ്രഷൻ എസ്റ്റിമേറ്റ്സ് റിഗ്രഷൻ ഇക്വേഷനിലൂടെ കണ്ടുപിടിക്കുന്ന വാല്യൂസ് എത്രമാത്രം കറക്റ്റാണ് എന്നതിനെക്കുറിച്ച് അതിനെ മെഷർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് X/Y ഉണ്ട്, സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് Y/X ഉണ്ട്. 2 റിഗ്രഷൻ ഇക്വേഷനല്ലേ ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് X/Y അല്ലേ, X/Y SXY എന്നുള്ളത് അങ്ങനെയാണ് വായിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഓൺ X/Y അല്ലേ. അപ്പം √(x - xc² ആണ് ഡിവൈഡ് ബൈ n ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം, സിഗ്മ x × √(1 - r²). ആ രീതിയിൽ നമുക്ക് 2 ഇക്വേഷനും അത് കണ്ടുപിടിക്കാവുന്നതാണ്. X എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വൽ വാല്യൂ ആണ്, ഇവിടെ XC എന്ന് പറഞ്ഞിരിക്കുന്ന XC എന്ന് പറഞ്ഞിരിക്കുന്നത് എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ്. എസ്റ്റിമേറ്റഡ് വാല്യൂയും ആക്ച്വൽ വാല്യൂയും കേട്ടോ. നമ്മൾ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് ഓഫ് Y/X ആണെങ്കിൽ അതിൻ്റെ ചെറിയ വ്യത്യാസം മാത്രമേ വരുള്ളൂ. ഇവിടെ നമുക്ക് √(σy - yc² വരും ഡിവൈഡ് ബൈ n അല്ലേ. അല്ലെങ്കിൽ നമുക്കിതിന് ഇങ്ങനെ എഴുതാം. ഇവിടെ നമുക്ക് എന്താണ് y എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂയും yc എന്ന് വെച്ചാൽ എസ്റ്റിമേറ്റഡ് വാല്യൂയും ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു റിഗ്രഷനിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട തിയറി ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് തിയറി ഭാഗം, ഇത്രയും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൂ, വേറെ ഒന്നും ചോദിക്കാനില്ല. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള തിയറി ക്വസ്റ്റൻ എല്ലാം സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ റിഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള പല ഏരിയയിൽ നിന്നുള്ള പല ടൈപ്പ് പ്രോബ്ലംസ്, മുൻ വർഷങ്ങളിൽ വന്നിരിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനലിൽ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.